കരൂപ്പടന്നയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് കാട്ടുപറമ്പിൽ റഷീദ് പറഞ്ഞു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് നൌഫലും ഉമ്മയും ഫസീലയെ പീഡിപ്പിച്ചിരുന്നതായും റഷീദ് കുറ്റപ്പെടുത്തി. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അവര് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റൂല. കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ്. മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ. ഇപ്പം 8 മാസത്തിന് മുപ്പിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാനതന്ന് അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇവര് എൻ്റെ ഭാര്യയും അവളെ ആങ്ങളെയും കൂടിയും പോയാണ് ചോദ്യം ചെയ്തത്. മോള് വിളിച്ചിട്ട് അവർ ചെന്നാണ് മോളെ ദ്രോഹിച്ചിട്ട്. ആ സംഭവം ഞാൻ ഇപ്പോഴാണ്. അത് സ്വർണത്തിൻ്റെ പ്രശ്നമാണ്. സ്വർണം ഞാൻ കൊടുത്തേക്കണവർക്ക് പോരാ. അവർ നമ്മളോട് സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ കൊടുത്തതാണ്. അതവർക്ക് പോരാ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്റെ മകൾ പീഡനം അനുഭവിച്ചു വരികയായിരുന്നു. ഫസീലയുടെ 9 മാസം പ്രായമുള്ള കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ പോലും നൌഫലും കുടുംബവും തയ്യാറാകാറില്ലെന്ന് റഷീദ് ആരോപിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഫസീലയുടെ വാട്സപ്പ് സന്ദേശം കണ്ട് ഭർതൃവീട്ടിലെത്തിയപ്പോൾ ഫസീലയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നൌഫൽ പറഞ്ഞത്. ഫസീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവും ഉമ്മയും തയ്യാറായില്ലെന്നും ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും റഷീദ് പറയുന്നു. 4 ദിവസം എൻ്റെ മോനിക്ക് വയറ്റിൽ നിന്ന് വെള്ളം മാരി പോയപ്പോൾ ഡോക്ടറേറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവർ പൈസ ചെലവാക്കണ കാര്യത്തിൽ വളരെയധികം പിന്നാക്കുള്ള പാർട്ടിയാണ്. അപ്പം എൻ്റെ മോൾ എന്നെ വിളിച്ച് അവിടെ തന്നെ വെച്ച് വിളിച്ച്, മോള് പറ്റില്ലെങ്കിൽ ഓർഡർ വിളിച്ച് പോര്, അല്ലെ വാപ്പയോട് വണ്ടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞേക്കാം. അത് അവിടെ എന്തോ രൂക്ഷമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 6:49 മെസ്സേജ് വന്ന് 7:20 ഞാൻ ആ സ്പോട്ടിലെത്തുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടി. ഞാൻ ചോദിച്ചെൻ്റെ മോൾക്ക് എന്തേന്ന് വെച്ചപ്പോൾ നീ തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു. കൊണ്ടുപോയത് 2 മാമ്മമാര്. ഭർത്താവല്ല തള്ളയല്ല, വാപ്പയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.